അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അപ്പോൾ ഇന്ന് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കൊണ്ടാണ് വന്നിട്ടുള്ളത്. മിക്ക ആളുകൾക്കും അറിയാതിരിക്കാം, ഫാത്തിമ തസ്കിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തോറ്റ് ഞാനൊരു ഡോക്ടറായി എന്നുള്ളത് വരെ ഒരു വലിയൊരു വേദിയിൽ തുറന്നു പറഞ്ഞൊരു കുട്ടിയാണ്. ഒരുപാട് ആളുകൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു കുട്ടിയും കൂടി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫാത്തിമ തസ്കിയ എന്ന് പറയുന്ന ഈ ഒരു മിടുക്ക് പെൺകുട്ടി ഡോക്ടർ ആവാറുള്ളതിൻ്റെ പിന്നിലുള്ള ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ ഘടകമായിരുന്നു അവളെ ഉമ്മാക്ക് വയ്യാണ്ടായത്. അവളെ ഉമ്മാക്ക് വയ്യാണ്ടായി, അതായത് മരണത്തിലേക്ക് അടുത്തു എന്നുള്ളത് കണ്ടപ്പോൾ അപ്പോൾ ആ ഒരു സ്പോട്ടിൽ ഡോക്ടർ ചോദിക്കുകയാണ്, ഞാനിങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്തോട്ടെ, ഒരു പക്ഷേ ഒന്നെങ്കിൽ വിജയിക്കും അല്ലെങ്കിൽ അവർ മരണപ്പെടും എന്നുള്ള രീതിയിലായപ്പോൾ അവരുടെ ഉപ്പ പറയാണ്, രണ്ടും കൽപ്പിച്ച് നിങ്ങൾ എന്താ എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അതിനെ ഒന്നും നോക്കിയില്ല, അവർ പെട്ടെന്ന് എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു, അത് സക്സസ് ആയി. അവളെ ഉമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അന്ന് മുതലാണ് എന്താ പറയുക, നമ്മൾ എല്ലാത്തിനും പടച്ചോനൊരു വിധി എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു വിധിയാണ് അവളുടെ മുന്നിൽ ആ ഒരു ഡോക്ടറെ എത്തിച്ചതും. അന്ന് മുതലാണ് അവൾക്ക് മനസ്സിലൊരു മനോധൈര്യം വന്നതും, ഞാനൊരു ഡോക്ടറായിട്ടുണ്ടെങ്കിൽ എനിക്കും ഇതുപോലെ ഒരുപാട് ആളുകളെ രക്ഷിക്കാൻ. ഒരുപാട് ഡോക്ടർമാർ പൈസക്ക് വേണ്ടിയിട്ടും പല രീതികളിലും ചെയ്യുന്ന ഡോക്ടർമാരുണ്ട്. പക്ഷേ ആ ഒരു മുന്നിൽ അവരുടെ താഴെയല്ലേ 3 കുട്ടികൾക്ക് ഉമ്മ എന്ന് വിളിക്കാൻ, എനിക്കും ഉമ്മ എന്ന് വിളിക്കാൻ ഞങ്ങൾക്കൊരു ഉമ്മ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിരുന്നു എന്നുള്ളത് ആ ഒരു കുട്ടി വലിയൊരു വേദിയിൽ അവൾ തുറന്നു പറയുന്നൊരു മനസ്സുണ്ടായിരുന്നു. അങ്ങനെ അവൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ 10th എത്തുന്നതിന് മുന്നേ അവൾക്ക് 8ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ കോവിഡ് മഹാമാരികൾ വന്നു. അങ്ങനെ വന്നപ്പോൾ 7 മാസത്തോളം അവൾക്ക് നല്ല പോലെ അത് ബാധിച്ചിരുന്നു. അതായത് നമ്മളെ ശരീരത്തിലെ പാർട്സുകൾക്കൊക്കെ ബാധിച്ചതുകൊണ്ട് അതിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ മരണത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ വിചാരിച്ചിരുന്നു. അത്രത്തോളമായിരുന്നു അതിൽ നിന്നും ബാക്കിയായി. അങ്ങനെ നമ്മൾ ഫാത്തിമ തസ്കിയ എന്ന് പറയുന്ന പെൺകുട്ടി, അവൾക്ക് ഒന്നുണ്ടായാൽ പിന്നെ അതിൻ്റെ ബാക്കിൽ വേറെ വൻ ദുരന്തം വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോന്നും, അവളെ ഉമ്മാക്ക് സുഖമില്ലായി, പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്കൊരു കൊറോണ വന്ന് അങ്ങനെ അതിൻ്റെ സുഖമില്ലായി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആങ്ങളെ നല്ല മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത്, എടാ നീ നല്ല പോലെ പഠിച്ച് വളർന്ന് നിനക്കൊരു ജോലിയൊക്കെ കിട്ടിയിട്ട് നമ്മളെ വീടിൻ്റെ മുറ്റത്തൊരു പന്തലൊക്കെ ഇട്ട് ആളുകൾ വിളിച്ചിട്ട് നമുക്കൊരു എന്താ പറയുക, ഒരു പാർട്ടി നടത്തണം എന്നുള്ളൊരു ആഗ്രഹം കാര്യങ്ങളൊക്കെ അവരുടെ ആങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാങ്ങള തന്നെ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ ആ ആങ്ങളെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ ആങ്ങളൻ്റെ മയ്യത്താണ് ആ ഒരു ദാർപ്പായിൽ, ആ ഒരു കല്യാണത്ത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷന് നമ്മൾ പായൊക്കെ വിരിച്ച് കിട്ടുന്നത് പോലെ ആ ഒരു പായലേക്ക് അവൾ ആങ്ങളുടെ മയ്യത്താണ് കൊണ്ടുവന്നതെന്നാണ്. അപ്പോൾ ഇവളാകെ ബ്ലാങ്ക് ആയി എന്നുള്ളതാണ്. കാരണം ഇവളെ മുന്നിൽ പിന്നെ വേറെ ഒന്നുമില്ല. കാരണം ഫുൾ സപ്പോർട്ടായി നിന്നീന ബ്രദർ വരെ അവളെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ പിന്നെ വീണ്ടും പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് വേറെ എല്ലാ അസുഖങ്ങൾ വരും. അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയി അവസാനം ഇവൾ പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഇവൾ അതിൻ്റെ മുന്നേ ഒരുപാട് എക്സാം എഴുതുന്നുണ്ട്, അതിൽ ഫെയിൽ ആവുന്നുണ്ട്. അപ്പോഴൊന്നും ഇവൾ തോറ്റു കൊടുക്കുന്നില്ല. ഇവളെ കൊണ്ട് നേടാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ മാത്രം തന്നെയായിരുന്നു ഓരോ ഇതിലും അവൾ മുൻപന്തിയിൽ ഇറങ്ങിയത്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എക്സാം എഴുതുകയാണെങ്കിൽ അതിൽ നമ്മൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എന്നെ കൊണ്ടൊന്നും ഇതിന് കഴിയില്ല. പക്ഷേ അവൾ അങ്ങനെ വിട്ടു കൊടുക്കാതെ പിന്നെയും അതിന് വേണ്ടിയിട്ട് പൊരുതി എന്നുള്ളതാണ്. അങ്ങനെ ഇവളോട് അവൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് വരെ പറഞ്ഞു, തസ്കിയ നിന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയൂല, നീ പഠിക്കേണ്ടത് ഈ ഒരു കോഴ്സല്ല എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അവൾ വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ നല്ലപോലെ പഠിക്കണം എന്നുള്ളതൊക്കെ ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പോയിട്ട് പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് വീണ് കാലൊടിഞ്ഞു. അങ്ങനെ പിന്നെ എക്സാമിന് 1.5 മാസത്തോളം നിൽക്കുന്ന സമയത്താണ് എന്താ പറയുക, കിടക്കുന്ന ഒരു ബെഡ്റൂമിൽ കിടന്നിട്ട്, അതായത് നമ്മളെ എല്ലാവിധ നമ്മളെ മലമൂത്ര വിസർജനത്തിനൊക്കെ ഒരാളെ എടുത്തു കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലേക്കായിരുന്നു. എന്നിട്ടും ആ ഒരു എക്സാമിന് വിട്ടുകൊടുക്കാതെ അവൾ എഴുതി അവസാനം ആ എല്ലാ ബയോളജിയിലും ഫിസിക്കലിലും എന്തെല്ലാം അവൾ ഫുൾ മാർക്സ് മേടിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് എന്തോ ഡിസ്ചാർജ് ആയിട്ട് നേരെ പോണത് എക്സാം ഹാളിലേക്കായിരുന്നു. ആ ഒരു എക്സാം ഫെയിലായി. അങ്ങനെ ഇവളെല്ലാം പഠിച്ചു കഴിഞ്ഞ് എക്സാം ഹാളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ അവൾ ഹാൾ ടിക്കറ്റിൻ്റെ നമ്പർ 313 ആയിരുന്നു. അപ്പോൾ 313 എന്നൊക്കെ പറയുന്നത് നമ്മൾ മുസ്ലിംസ് ആളുകൾക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു നമ്പറാണ്. നമുക്ക് എന്താ പറയുക, എല്ലാ കാര്യത്തിലും ഒരു വിശ്വാസവും അതുപോലെ തന്നെ നമ്മൾക്ക് എന്ത് നേടാൻ കഴിയും, നമ്മൾ അതിൽ വിജയിക്കും എന്നുള്ള ഒരു ആത്മധൈര്യവും മനോഭാവം ഒക്കെ ഉള്ള ഒരു നമ്പറാണ്. അപ്പോൾ ആ ഒരു നമ്പറാണ് കിട്ടിയത് അവൾക്ക്. അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി പുറത്തേക്ക് വന്നപ്പോൾ അവളൊപ്പാനോട് ഹാപ്പി ആയിട്ട് പറയുന്നു,
ഉപ്പാത് നമുക്ക് അടിച്ചിട്ടോ കിട്ടി എന്നുള്ള രീതി. അങ്ങനെ എന്തായാലും ഇവൾ ഓരോരോ നേട്ടങ്ങളൊക്കെ കൈവരിച്ച് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്ന ഒരു കുട്ടിയാണ്. മറക്കാനും ഒന്നും പറ്റില്ല. കാരണം ഒരുപാട് ആളുകൾ തളർത്താനും തകർത്താനും ഒക്കെ നിന്നിട്ടും ഇവൾ തളർന്നതുമില്ല തകർത്തതുമില്ല. അങ്ങനെ ഇവൾ കഴിയൂല എന്ന് പറയുന്ന ആളുകളുടെ മുന്നിൽ കാണിച്ചു കൊടുത്ത ഒരു കുട്ടി കൂടിയാണ് ഈ ഒരു ഫാത്തിമ തസ്കിയ എന്ന് പറയുന്നത്. എന്ത് ചെയ്യാനാ, പടച്ച റബ്ബ് കൊതി തീരും മുമ്പേ കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് നമ്മൾക്കിപ്പോൾ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ അവരുടെ നാട്ടുകാർക്കോ അവരുടെ കുടുംബക്കാർക്ക് മാത്രമൊന്നുമല്ല ഇപ്പോൾ ഈ ഫാത്തിമ തസ്കിയ എന്ന് പറയുന്ന പെൺകുട്ടി നഷ്ടമായത്. അതായത് ഒരുപാട് ആളുകൾക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു പ്രിയപ്പെട്ട ഒരു കുട്ടിയായിരുന്നു ഈ ഒരു ഫാത്തിമ തസ്കിയ എന്ന് പറയുന്ന ഈ ഒരു മിടുക്കി പെൺകുട്ടി. എന്തായാലും കുടുംബങ്ങൾക്ക് പടച്ച റബ്ബ് ക്ഷമ കൊടുക്കട്ടെ. സ്കൂട്ടറിൽ സഞ്ചരിച്ചപ്പോൾ കൽപ്പറ്റ ഭാഗത്ത് നിന്ന് സ്കൂട്ടർ തെന്നി മറിയാണ് ചെയ്തത്. അതിൽ അവൾ മരണപ്പെടുകയാണ് ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന 2 കുട്ടികൾ അബോധാവസ്ഥയിലാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും കുടുംബങ്ങൾക്ക് പടച്ച റബ്ബ് ക്ഷമ കൊടുക്കട്ടെ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഒറ്റ വാക്കിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അല്ലാഹ്. ഇത്രയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.